ശരിക്കും നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? ഇത് നമ്മൾ മനുഷ്യരുടെ സമയം കളയാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയ ഒരു കോൺസ്പിറസി മാത്രമാണ്. ഇതിന് പറയുന്നത് മോഡേൺ വാർഫെയർ ടെക്നിക് എന്നാണ്. അതായത് യുദ്ധങ്ങളുടെ ഇടയ്ക്ക് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാനോ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ സത്യം ഏതാ കള്ളം ഏതാന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറും. ഈ ടെക്നിക്കിന് പറയുന്നതാണ് മോഡേൺ വാർഫെയർ ടെക്നിക്. ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഉക്രൈൻ റഷ്യ വാറിൽ റഷ്യയാണ് ഈ മോഡേൺ വാർഫെയർ ടെക്നിക് ഉപയോഗിച്ചത്. ഉക്രൈൻ റഷ്യ വാർ എന്ന സമയത്ത് റഷ്യയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഇനിഷ്യൽ സ്റ്റേജ് സംഭവിച്ചിരുന്നു. പക്ഷേ അവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഉക്രൈനിൽ നിന്ന് വരുന്ന മിസൈൽ വീണ് ശരിക്കും ഡാമേജ് ഉണ്ടായ ബിൽഡിംഗിന് പകരം അവർ കുറെ ജനറേറ്റ് ചെയ്തിട്ടുള്ള കുറെ ബിൽഡിംഗ്സിന്റെ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ശരിക്കും ഉക്രൈന്റെ മിസൈൽ വന്ന് വീണ് തകർന്ന ബിൽഡിംഗ് ആണോ അതോ ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ റഷ്യ മിസൈൽ വന്ന് വീണ് തകർന്ന ബിൽഡിങ്ങുകളുടെ കുറെ ഫോട്ടോസും വീഡിയോസും പബ്ലിഷ് ചെയ്തതോടുകൂടി ജനങ്ങൾ ഉക്രൈന്റെ ശരിക്കും മിസൈൽ വീണ ബിൽഡിംഗ് ഒരു ആണെന്ന് പറയാൻ തുടങ്ങി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ ഒരു പുകമറ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇത് തന്നെയാണ് നെതന്യാഹുവിന്റെ കേസിൽ സംഭവിക്കുന്നത്. യുദ്ധത്തിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുകമറ ക്രിയേറ്റ് ചെയ്യുക, ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുക, ഇത്രയുള്ള ഉദ്ദേശം. ഇപ്പോൾ വന്ന യുദ്ധങ്ങളിൽ മിസൈലുകളെക്കാട്ടും കൂടുതൽ പേടിക്കേണ്ടത് ഇൻഫർമേഷനുകളെയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോകാതെ നമ്മൾ ലെജിറ്റ് ആയിട്ടുള്ള ന്യൂസുകളുടെ പുറകെ പോവുക. നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ 12 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാനിഷ് ആയിരിക്കുന്നത്. അതായത് അമേരിക്ക ഈ യുദ്ധത്തിൽ ആകെ സ്പെൻഡ് ചെയ്തത് 2 ലക്ഷം കോടി രൂപയാണെങ്കിൽ ഇന്ത്യക്കാരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പോയിരിക്കുന്നത് 12 ലക്ഷം കോടി രൂപയാണ്. അതായത് ശരിക്കും ഡാമേജ് അമേരിക്കയല്ല ഇന്ത്യക്കാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഓൾ ടൈം ലോസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഗ്യാസ് പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഇന്ത്യക്കാർ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എവിടെയോ കിടക്കുന്ന ഒരാൾ മരിച്ചോ ഇല്ലയോ എന്നുള്ള വാർത്ത അന്വേഷിച്ച് പോവാതെ മുന്നിലുള്ള ഈ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ എന്റെ ഇൻബോക്സിലും കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറെ അധികം പേര് ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചിട്ട് എന്താണെന്നും പറയാതെന്ന് ചോദിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ദുബായ് റിയൽ എസ്റ്റേറ്റിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.